ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ആട് 3. ഇതൊരു കോമഡി ഫാൻറ്റസി മൂവിയാണ്. നല്ല അടിപൊളി കോമഡീസ് ഉണ്ട്, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. ആട് 1, 2 പോലെയൊക്കെ തന്നെ നല്ല അടിപൊളി ഹ്യൂമർ കോമഡീസ്, നല്ല സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലം മൂവി. നമുക്ക് അത്യാവശ്യം ഹാപ്പി ആയിട്ട് കണ്ടിട്ട് വരാവുന്ന ഒരു മൂവിയാണ്. അതേപോലെ തന്നെ നല്ലൊരു ഫാൻറ്റസി മൂവിയും കൂടിയാണ്. പല ടൈം ലൈനിലുള്ള സ്റ്റോറി ലൈൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്ക് അത്ര ബോറടിപ്പിക്കാതെ 1, 2 അപേക്ഷിച്ച് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് മൂവി വന്നിരിക്കുന്നത്. ആട് 1 നീലക്കൊടുവേലി തപ്പിയിട്ടാണ് എല്ലാവരും പോണത്. അതേപോലെ തന്നെ 2 വരുമ്പോൾ കമ്മട്ടാണ്. ഇതിൽ മൈസൂർ റോക്കറ്റാണ്. ഒരു സാധനത്തെ തപ്പിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങുന്നു എന്നതിലുപരി കുറേ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഈ മൂവിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1, 2 കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ക്യാരക്ടേഴ്സിനെയും സ്റ്റോറി ലൈനൊക്കെ ഏകദേശം ഊഹണ്ടായിരിക്കും. ബട്ട് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ മൂവി കൊണ്ടുപോയി ചെന്ന് എൻഡ് ചെയ്യുന്നത്. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഈ മൂവിയിൽ നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്രൂ ആയാലും അതേപോലെ ആക്ടേഴ്സ് ആയാലും ഓൾ മെമ്പേഴ്സ് ഈ മൂവിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ആ പഴയ കാലഘട്ടമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കിടിലായിട്ടാണ്. അടിപൊളി ആർട്ട് വർക്കും ടെക്നിക്കൽ സൈഡൊക്കെ ആയിട്ട് അത്ര നല്ലപോലെ വർക്ക് ചെയ്ത് 1, 2 കുറേ ഡിഫറൻസ് ആയിട്ടുള്ള കൂടുതൽ ബഡ്ജറ്റിൽ നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരാവുന്ന രീതിയിലാണ് മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. ആ പഴയ കാലഘട്ടം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയാണ്. ആ ഒരു രാജാക്കന്മാരുടെ കാലഘട്ടം ആ ഒരു സംഭവങ്ങളൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മൈസൂർ റോക്കറ്റ് തപ്പിയിട്ടാണ് ഈ മൂവിയുടെ ഒരു സ്റ്റോറി പോണത്. അങ്ങനെ ടൈം ട്രാവലും കൂടി ഉണ്ട് ഈ മൂവിയിൽ. ടൈം ട്രാവൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മൂവിയുടെ എൻഡിങ്ങിലാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണിക്കുന്നത്. ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും. നമ്മുടെ സർബത്ത് ഷമീർ, നമ്മുടെ ഷാജി പാപ്പൻ, ഡ്യൂഡ്, സാത്താൻ സേവിയർ, നമ്മുടെ സഖാവ് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ, അങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ആട് 1, 2 ഒക്കെ കണ്ടിട്ട് നമുക്ക് സുപരിചിതമായ ആ മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരുടെ ഒരു ക്ലാഷ്, അവർ തമ്മിലുള്ള ഒരു മാസ് സീൻസ്, അതേപോലെ നമ്മുടെ ഡ്യൂഡിൻ്റെയൊക്കെ ഒരു സീനുണ്ട് ഹെലികോപ്റ്ററിലൊക്കെ തൂങ്ങിയിട്ട് ഇങ്ങനെ വരുന്നൊരു സീൻ, ആ പെട്ടി പിടിച്ചിട്ട്, അതൊക്കെ കിടിലായിരുന്നു. നമ്മുടെ ഷാജി പാപ്പൻ്റെ ഉണ്ട്. ഷാജി പാപ്പൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ആ 1, 2 എന്താണ് ആളുടെ ക്യാരക്ടർ അതേപോലെ തന്നെ ഒരു 1, 2 കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മൂവി ചെയ്യുന്നത്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സും പക്ക അവരുടെ ക്യാരക്ടേഴ്സ് 1, 2 എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ് അവരുടെ ഓരോ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോമഡീസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് അടിപൊളിയായിട്ട് ചിരിപ്പിക്കുന്ന ഒരു മൂവിയാണിത്. പിന്നെ ഈ മൂവി കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത് ഒരു ഇൻ്റർവെല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കുറേ ചോദ്യചിഹ്നങ്ങളായിട്ടാണ് മൂവി എൻഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാർട്ടും കൂടി ഉണ്ട്. ഞാൻ വിചാരിച്ചു ആട് 3 കഴിഞ്ഞ പിന്നെ ആടിൻ്റെ ആ ഒരു സീക്വൻസ് കഴിഞ്ഞു, ലാസ്റ്റ് പാർട്ടായിരിക്കുന്നത് വെച്ചാൽ ഇതിന് ഇനിയൊരു കണ്ടിന്യൂഷനും കൂടി ഉണ്ട്. ഈ അടുത്ത പാർട്ടിൽ എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് തരുന്ന രീതിയിലാണ് മൂവി എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാവരും തപ്പി നടന്ന മൈസൂർ റോക്കറ്റ് ആർക്കും കിട്ടണില്ല, അതെവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എന്തായാലും അതൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. എന്തായാലും സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആട് 1, 2 കണ്ടിട്ട് 3 വരുമ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. എന്തായാലും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കിടിലൻ മൂവിയാണ്. 3 കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി ഒരു പാർട്ടും കൂടി വരും. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.